അവഗണനയ്ക്കെതിരെ CPIM കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ കാൽനട ജാഥ തുടങ്ങി. നേര്യമംഗലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വനം വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും CPIM കവളങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. നേര്യമംഗലത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം S. സതീഷ് ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഭരണാധികാരികളോട് നമുക്ക് ചോദിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര കടുത്തതും ക്രൂരവുമായ അവഗണന നേരിടേണ്ടി വരുമ്പോഴാണ് ഒരു ജനവിഭാഗത്തിന് രാജ്യത്തിന്റെ ഭരണകർത്താക്കളോട് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് എന്നുള്ളത് കാണും. നമ്മൾ ആ ചോദ്യം ചോദിക്കാൻ നിർബന്ധിതമായി തീർന്നത് നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. മറ്റൊരു ഘട്ടത്തിലും അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിരുന്നില്ല. കേന്ദ്ര ബഡ്ജറ്റ് ആണെങ്കിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും യൂണിയൻ ഗവൺമെന്റിനും വേണ്ടിയാണ് വർത്തമാനം പറയേണ്ട ബഡ്ജറ്റാണ്. പക്ഷേ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിന്റെ മുന്തിയ പങ്കും ബീഹാറിനായപ്പോൾ ചോദിച്ചു, ഇത് ബീഹാർ ബഡ്ജറ്റ് ആണോ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് ചോദിക്കേണ്ട വൈകല്യം ആ ബഡ്ജറ്റിനുണ്ടായിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ച് തീർന്നു കഴിഞ്ഞപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ബഡ്ജറ്റിൽ കേരളം എന്നൊരു വാക്കില്ല. ഒരു വാക്ക് ഒരു പ്രാവശ്യം പോലും ഉച്ചരിക്കുന്നില്ല. ആധുനിക ഇന്ത്യയുടെ പ്രത്യേകത അത് ജനാധിപത്യത്തിൻ്റെതാണ്, മതനിരപേക്ഷതയുടേതാണ്, ഫെഡറൽ ഘടനയുടേതാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഇന്ത്യ. ആ ഇന്ത്യ രൂപം കൊണ്ടത് ഐതിഹാസികമായ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ തുടർച്ചയിലാണ്. ബ്രിട്ടനെ കെട്ടുകെട്ടിച്ചുകൊണ്ടാണ്. എന്നാൽ ബ്രിട്ടനെ കെട്ടുകെട്ടിക്കാനുള്ള ഐതിഹാസികമായ സമരം നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ നടക്കുമ്പോൾ ബ്രിട്ടനൊപ്പം ചേർന്ന കൂട്ടരായിരുന്നു RSSകാർ എന്നുള്ളത് കാണണം. നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ അഭിമാനം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ സമരത്തിന്റെ ഐതിഹാസിക ചരിത്രം നിങ്ങൾക്കറിയുമോ? ഈ രാജ്യത്തിനൊരു അഭിമാനമുണ്ട്, ഈ രാജ്യത്തിനൊരു ദേശാഭിമാനമുണ്ട്, ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ആ അഭിമാനമുണ്ട്. ഈ നാടിന്റെ ജനതയുടെ അഭിമാനത്തെ വെല്ലുവിളിക്കുകയും ഈ രാഷ്ട്രാഭിമാനത്തെയും വെല്ലുവിളിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ഒരു വാക്കുന്നയിക്കാൻ എന്റെ നരേന്ദ്രമോദിയുടെ നാവ് പൊങ്ങുന്നില്ല. ഏരിയ കമ്മിറ്റി അംഗം അഭിലാഷ് രാജ് അധ്യക്ഷനായി. AA അൻഷാദ്, K. ജോയ്, KB മുഹമ്മദ്, നിർമ്മല മോഹനൻ, KP ജെയിംസ്, സാബു T. മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. 25-ന് നടക്കുന്ന BSNL ഓഫീസ് ഉപരോധ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കവളങ്ങാട് ഏരിയ അതിർത്തിയിൽ 19 വരെയാണ് ജാഥ. ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് ക്യാപ്റ്റനും KB മുഹമ്മദ് മാനേജരുമായുള്ള ജാഥയാണ് പര്യടനം നടത്തുന്നത്. നേര്യമംഗലം, കവളങ്ങാട്, വാരപ്പെട്ടി, പല്ലാരിമംഗലം, പോത്താനിക്കാട്, പൈങ്ങോട്ടൂർ എന്നീ ലോക്കൽ കമ്മിറ്റികളിൽ പര്യടനം നടത്തി ജാഥ 19-ന് പൈങ്ങോട്ടൂരിൽ സമാപിക്കും. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.